മറ്റ് നിരവധി സിനിമകൾ സാറിനെ തേടി വന്നു. അതിലൊരു പ്രധാനപ്പെട്ട സിനിമ, ഇതും ആകസ്മികമായിട്ടാണ് മധു സാർ അതിലേക്ക് പ്രവേശിക്കുന്നത്, അടൂരിൻ്റെ സ്വയംവരം. അതെ അതെ. രാമോദരൻപിള്ള വന്നിരുന്നു. വാടക ഇതുവരെ കൊടുത്തില്ലെന്നും പറഞ്ഞ് അയാൾ ഇനി പറയാനൊന്നുമില്ല. പോയിട്ട് എന്തായി? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അതിന് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ? അത് ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? ഇവിടെ പ്രേം നസീർ ഈ സിനിമയിൽ അഭിനയിക്കേണ്ട ആളായിരുന്നു. അതെ അതെ. എന്തോ നസീർ സാറിന് തോന്നി ഈ ഒരു പരീക്ഷണ സിനിമയിൽ ഞാൻ ചേരുന്നതല്ല. ഇല്ല, അന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓടാത്ത പടമാണെന്നുള്ളൊരു ധാരണ. ഈ ഓടാത്ത പടം ഏതായാലും ഈ ആർട്ടിസ്റ്റിൻ്റെ മാർക്കറ്റിന് താത്തി കിട്ടും. അതുകൊണ്ടാണോ അതോ സമയമില്ലാത്തതിനാണോ കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല. ഇവർ നസീറിനായിരുന്നു ആദ്യം ട്രൈ ചെയ്ത്, പ്രേം നസീറിനായിരുന്നു. പക്ഷെ അവിടെ അദ്ദേഹം വരാത്തൊരു അത്ഭുതമൊന്നുമില്ല. അന്ന് എല്ലാവരുടെയും വിചാരം ഈ ആർട്ട് പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി കഷായം കുടിക്കുമ്പോൾ. അപ്പോൾ ഇത് അടൂർ ഭാഷയാണ് ഇതിനൊരു നിർവചനം കൊടുത്തത്. നിങ്ങളൊന്നും വിചാരിക്കും പോലെ ഈ ആർട്ട് പടത്തിൻ്റെ അകത്ത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ബാക്കിയെല്ലാം അഭിനയിക്കുന്നതിനേക്കാൾ കഷ്ടമാണെന്നെ പേര്. അങ്ങനെയല്ല. ആർട്ട് പടം എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ മൂട്ടിൽ നാം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഒരു കൊച്ചങ്ങ് അടന്ന് തലയിൽ വീഴുന്നു. കൊച്ചങ്ങിനെ വീഴുന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സിനിമയിലാണെങ്കിൽ അയ്യോ എന്ന് വിളിക്കും. ആർട്ട് പടത്തിലാണെങ്കിൽ അയ്യോ അയ്യോ അയ്യോ, അത്രയേ ഉള്ളൂ വ്യത്യാസം. അതൊക്കെ എക്സാജറേഷൻ, അങ്ങനെയൊന്നുമല്ല. ഞാൻ വളരെ എൻജോയ് ചെയ്ത് ഇത്. ഞാൻ ഐ ടോൾഡ് ഈ ഐ സ്റ്റിൽ ബിലോങ് ടു ദി റിയലിസ്റ്റിക് സ്കൂൾ ഓഫ് ആക്ട്. അതിന് എനിക്ക് വളരെ സന്തോഷത്തോടെ ചെയ്യാൻ സാധിച്ചൊരു ക്യാരക്ടറാണ്. ഞങ്ങളുടെ തലമുറ എത്തിയപ്പോൾ ആർട്ട് ഫിലിമിനെ കുറിച്ചുള്ള കളിയാക്കലെന്ന് വെച്ചാൽ ഒരാളെങ്കിലും നടക്കും, ക്യാമറ അയാളുടെ പുറകെ ഇങ്ങനെ ഒരു അരമണിക്കൂർ ആ നടപ്പിങ്ങനെ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. എന്തായാലും വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമ. ഒരുപക്ഷെ മധു സാറിൻ്റെ കരിയറിലെ അല്ലെങ്കിൽ സിനിമാ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിട്ട് സ്വയംവരം മാറി. സ്വയംവരത്തിൻ്റെ ശില്പി ഇവിടെ വരേണ്ട സമയമായിരിക്കുന്നു. വരണ്ട മറ്റ് നായകന്മാരൊക്കെ ഈ പ്രണയ നായകന്മാരായിട്ട് മാത്രം നിന്നപ്പോൾ വളരെ പ്രത്യേകതരം സ്വഭാവ സവിശേഷതകളുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ പുതിയ ആളുകളും പഴയ ആളുകളും ഒക്കെ സമീപിച്ചിരുന്ന ഒരാളാണ് മധു. വളരെ അതിശയം തോന്നാം. തകഴിയുടെ പല കഥകളും പല നോവലുകളും സിനിമയാക്കിയിട്ടുണ്ട്. അതിൽ മിക്കതിൻ്റെ ഏതാണ്ട് ഒരു സിനിമയുടെ വല്ല ചിലപ്പോൾ ഇല്ലാതെ ഉണ്ടാക്കാം. ബാക്കി എല്ലാ സിനിമകളുടെയും നായകനാകാൻ, ചെമ്മീൻ ഉൾപ്പെടെയുള്ള സിനിമകളിൽ നായകവേഷം ചെയ്യാനായിട്ട് അദ്ദേഹത്തിനെയാണ് അതിൻ്റെ പ്രവർത്തകരെ സമീപിച്ചിട്ടുള്ളത്. അതെന്നറിയാം, ഒരു ക്യാരക്ടർ ആക്ടറാണ്, ഒരു നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലീഡ് ആക്ടറാണ്. ഇതെല്ലാം മധുവിൽ ഒത്തുചേർന്നിട്ടുണ്ട്. അടൂർ സാറിൻ്റെ സെറ്റിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ ആർട്ട് ഫിലിമിനെക്കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെക്കുറിച്ചൊക്കെ പ്രചരിപ്പിച്ച ഒരുപാട് പ്രചരണങ്ങൾ മനസ്സിൽ സാറിന് ഉണ്ടായിരുന്നില്ലേ? ചെറിയ ഒരു എനിക്കറിയായിരുന്നു. അവർ വളരെ അടുത്ത് ഈ പടം പിടിക്കാൻ പോകുന്നതിന് ഗോപാലകൃഷ്ണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്ന് മുമ്പ് എനിക്കറിയാം. ഓ ശരി. അങ്ങനെ ഉണ്ടല്ലോ, കുളത്തൂർ ഭാസ്കരൻ നായർ, ഒരുമിച്ച് അവിടെ ധാരാളം പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. നേരത്തെ പരിചയമുണ്ട്. നേരത്തെ പരിചയമുണ്ട്. പിന്നെ ചിത്രലേഖ ഫോം ചെയ്യുമ്പം മിക്കവാറും ഞാൻ അവിടെ കൂടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഗോപാലകൃഷ്ണനോട് വേറെ സർക്കാരിന് വേണ്ടി 1-2 പടങ്ങൾ ചിലർ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. ശരി. അതെ അതെ. അപ്പം വലിയൊരു ആശങ്കയൊന്നും ഇല്ലാതെ ഒന്നുമില്ലായിരുന്നു. പക്ഷെ സ്വയംവരം അന്താരാഷ്ട്ര വേദികളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയായിരുന്നു. അതെ. ഈ പറഞ്ഞ കൊമേഴ്സ്യൽ സക്സസ് ആണോ, അതെയോ അംഗീകാരങ്ങളാണോ, അതെയോ ജനങ്ങളുടെ കയ്യടിയാണോ, ഇത് ഏതാണ് ഏറ്റവും പ്രധാനത്തെക്കുറിച്ച് തർക്കങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. എന്തായാലും ഓരോ സിനിമയ്ക്ക് സിനിമയുടേതായ ഒരു ഇരിപ്പിടമുണ്ട്, തലമുണ്ട്, മൂല്യമുണ്ട്. എന്തായാലും വ്യത്യസ്ത ധാരകളെ പ്രതിഫലിപ്പിക്കാനും അതിനെ പ്രതികരിക്കാനുള്ളൊരു ഭാഗ്യം മധു സാറിന് കിട്ടിയെന്ന് വേണം ഈ പറഞ്ഞ സ്വയംവരത്തിൽ മനസ്സിലാക്കാൻ. സാർ ഇവിടെ നിന്നില്ല, ഹിന്ദിയിലേക്കും കൂടെ ഒരു കാലെടുത്ത് വെച്ചു. കാണിച്ചു തരാം. സാത്തി ഹിന്ദുസ്ഥാനി. അമിതാവാണ് അങ്ങേറ്റം. ഈ മധുകർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹീസ് നോ മോർ. അയാളാണ് അമിതാവിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇത് ഷാനാസ്, പഴയ ഇത് നായികയെ ഇതിനകത്ത് കൈകൊണ്ട് തൊടുന്നുണ്ട്. അതെ അതെ അതെ.
ചെമ്മീലിന് മാത്രമേ കൈ കൊണ്ട് തൊടാൻ പറ്റായിരുന്നുള്ളൂ. മെഹമൂദിൻ്റെ അനിയനാണ് ഇയാൾ അൻവർ. ഓക്കെ. ആ മറ്റേ ജലാൽ ആകേര മോളാണ്. ആ മറ്റേത് ഉത്പലത്തെത്തണങ്ങേറ്റം പിന്നെ അതെ ഉൾക്കൊള്ളുന്നത്. ആ ഓ വലിയൊരു കൂട്ടുകെട്ടായിരുന്നു. വലിയ കൂട്ടുകെട്ടായിരുന്നു. ഈ ഒരു പടം ഒരുപക്ഷെ ഈ ചിത്രം മധുസാറിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അതിന് ഇപ്പോൾ ഉള്ള നന്ദി വേണമല്ലോ. ഇതിന് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് രാമുകാരിയായിട്ടായിരുന്നു. ഓ അത് ശരി. ഈ ചെമ്മനെല്ലാം കഴിഞ്ഞിട്ട് ബോംബെക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന ഏക ഡയറക്ടർ രാമുകാരിയായിട്ടാണ്. അപ്പോൾ അബ്ബാസ് ഇങ്ങനെ പടം എടുക്കുമ്പോൾ ഈ ഇന്ത്യയിലെ ഓരോ തെക്കുന്നും വടക്കുന്നും പടിഞ്ഞാറുന്നും ഒക്കെ ഉള്ള ആർട്ടിസ്റ്റിനൊക്കെ കൂടെ ചേർത്തിട്ടെടുക്കണം ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ സൗത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരാളിനെ വേണമെന്ന് ആവശ്യപ്പെട്ടത് രാമുകാരിയായിട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ കാര്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടല്ലോ ഹിന്ദി അറിയാം, ഹിന്ദി പഠിച്ച ആളാണ്, മധുവിനെ പഠിച്ചാൽ മതി, മറ്റേ ചെമ്മീൻ്റെ ഹീറോ ആയിരുന്നു. അപ്പോൾ അബ്ബാസ് ഇവിടെ വന്നിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെ ആ ഒരു ചൂണ്ടിക്കൊടുത്തത് രാമുകാരിയായിട്ടായിരുന്നു. സാത് ഹിന്ദുസ്ഥാനി അമിതാഭ് ബച്ചനെ പിന്നീട് കണ്ടിട്ടുണ്ടോ? ഇല്ല, അവൻ എപ്പോഴും കണ്ടില്ല. മറ്റേ അവസാനം കണ്ടത് 100 വർഷം. 100 വർഷത്തെ. അവന് ബോംബെ പോകുമ്പോൾ പലപ്പോഴൊക്കെ കാണാറുണ്ട്, ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ട്. ഓ ശരി. പഴയ കാര്യങ്ങളൊക്കെ ആ പഴയ സിനിമയുടെ സാത് ഹിന്ദുസ്ഥാനി അനുഭവങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ അതിരുന്ന് സംസാരിക്കത്തൊക്കെ ഉണ്ടൊരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. അയാൾ MP ആയിരുന്നപ്പോൾ ഒരിക്കൽ ഡൽഹിയിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് MP ആയിരുന്നല്ലോ. അതെ MP ആയിരുന്നു. അദ്ദേഹം അലഹബാദ് നിന്നോ അതെ MP ആയിരുന്നു. പക്ഷെ അത് ഒരു ദൗർഭാഗ്യത്തിൽ കലാശിച്ചു. പിന്നീട് രാഷ്ട്രീയം വിട്ടു. പിന്നീട് സിനിമയിൽ ഒരുപാട് പരാജയങ്ങൾ വന്നു. പിന്നീട് വീണ്ടും കുതിച്ചുയർന്നു. എനിക്ക് തോന്നുന്നു അമിതാഭിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതുപോലെ കുത്തൊഴുക്കുള്ളൊരു ജീവിതം ഉണ്ടാവില്ല.